നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്കറ്റ് സിറ്റിയാണ്, ഒമാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മസ്കറ്റ്. ഇത് മസ്കറ്റിലെ ഗുബ്ര എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഷോപ്പിംഗ് മാളുകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണിത്. ഈ കാണുന്ന അവന്യൂസ് മാളാണ്. അവന്യൂസ് മാൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ ലുലു ഉള്ളത്. മലയാളികളുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ലുലു. എല്ലാ വീക്കെൻഡ്സിലും മലയാളികൾ വന്ന് ആഘോഷമാക്കുന്ന ലുലു ഉള്ളത് അവിടെയാണ്. മിനി സ്ട്രീറ്റിന് വേറെ പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെ 3 ഹോസ്പിറ്റൽസ് ഉണ്ട് പ്രധാനപ്പെട്ട. ഒന്ന് ആസ്റ്റർ ഹോസ്പിറ്റൽ, മറ്റൊന്ന് ഹയാത്ത് ഹോസ്പിറ്റൽ, പിന്നെ NMC. ആസ്റ്റർ അറിയാമല്ലോ, അത് നമ്മുടെ മലയാളി കണക്ഷനുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഗുബ്രയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് നോർത്ത്, ഒന്ന് സൗത്ത്. നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന സിഗ്നലുണ്ടോ, ആ സിഗ്നൽ കഴിഞ്ഞ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സൗത്തായി. അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും പിന്നെ 5 സ്റ്റാർ ഹോട്ടൽസും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. റെസ്റ്റോറൻറ്റ് മീൻസ് എല്ലാ നാട്ടുകാരുടെയും റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട്. പാകിസ്ഥാനികളുടെയും ഇന്ത്യൻസിൻ്റെയും പിന്നെ മലയാളികളായിട്ടുള്ള നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും റെസ്റ്റോറൻറ്റുകളുണ്ട് അവിടെ. അപ്പോൾ എന്തുതരം ഭക്ഷണം വേണമെങ്കിലും നമ്മൾ ഗുബ്ര സൗത്തിലേക്ക് വിട്ടാൽ മതി, നമുക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ നീറ്റാണ് ഈ സ്ട്രീറ്റ്. നമുക്ക് എവിടെയും ഒരു മാലിന്യമോ ഒന്നും, ഒരു പേപ്പർ കഷ്ണം പോലും കാണാൻ കഴിയില്ല. അത്രയ്ക്കും നീറ്റായിട്ടാണ് ഇവർ ഈ സിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മസ്കറ്റിൽ ഒരുപാട് മലകളുണ്ട്. മലകൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു സിറ്റിയാണിത്. പിന്നെ ബിൽഡിങ്ങിനെല്ലാം വൈറ്റ് കളറാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. 1-2 ബിൽഡിംഗ് ഒഴിച്ചാൽ ബാക്കി എല്ലാ ബിൽഡിങ്ങുകളും വൈറ്റ് തീമിലാണ്. അതും ഈ സിറ്റിയുടെ ഒരു മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പിന്നെ കണ്ടില്ലേ, അവിടെ എല്ലാം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, പുൽത്തകിടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ മരുഭൂമി അവർ എത്ര മനോഹരമാക്കാമോ അത്രയും മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള റോഡുകളും ഇതുപോലുള്ള തെരുവുകളൊക്കെ എന്ന് വരുമോ ആവോ, അത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് അങ്ങനെ വരുമായിരിക്കും അല്ലേ, നമുക്കങ്ങനെ പ്രത്യാശിക്കാം. നമ്മുടെ ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ ഇത്തരം വൃത്തിയുള്ള നഗരക്കാഴ്ചകളും നമുക്കും നമ്മുടെ സ്വന്തം നാട്ടിൽ ആസ്വദിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരട്ടെ. ഈ നഗരം വളരെ ശാന്തമാണ്. ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദി പോലെയാണ് ഈ നഗരം. വലിയ തിക്കും തിരക്കുമൊന്നുമില്ല. ആളുകൾക്ക് അങ്ങനെ മനോഹരമായിട്ട് ജീവിതം ആസ്വദിച്ച് ഇവിടെ ജോലിയെടുത്ത് അങ്ങനെ പോവാം. അതാണ് ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, സിറ്റി വളരെ ഓർഗനൈസ്ഡ് ആണ്, മനോഹരമാണ്. മോഡേണിറ്റി ഉണ്ട്, എന്നാൽ ട്രഡീഷണൽ ആണോ അതുമാണ്. രണ്ടിൻ്റെയും കൂടെ ഒരു ഫ്യൂഷനാണ് ഈ നഗരം. അതാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കൂട്ടുകാരെ, ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദയവായി നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഇത്തരം നഗരക്കാഴ്ചകളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.